ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ലോഡുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാം കൂടെ കണക്ട് ചെയ്ത എക്സാമ്പിൾ എടുത്തത്. പോയിന്റ് ലോഡ് തന്നെ മൾട്ടിപ്പിൾ ലോഡ്, പോയിൻറ്റ്സ് ലോഡാണ്. അപ്പോൾ ഇതായിരിക്കും പ്രോബ്ലം വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ഈ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസേ വരുള്ളൂ. കാര്യം വന്നേക്കുന്ന ലോഡ് വെർട്ടിക്കലാണ്. അതുകൊണ്ട് നമുക്ക് RB എന്ന് പറയുന്ന 2 വെർട്ടിക്കൽ ലോഡ് മാത്രം ഇവിടെ റിയാക്ഷനായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ലോഡ് ഫോർ എക്സാമ്പിൾ ഇതൊരു 1 മീറ്റർ ഉണ്ട്. അതേപോലെ ഈ ലോഡ് എന്ന് പറയുന്നത് 3/4 കൂടെ വരുന്ന രീതിയിൽ 3/4 കൂടെ വരുന്ന രീതിയിൽ ഒരു ലോഡുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് 2 ആണല്ലോ, 0.5 മീറ്റർ എടുത്താൽ. ഓക്കെ, 0.5 മീറ്റർ. ഈ ദൂരം 0.5, അപ്പോൾ ഇതും 0.5 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ടോട്ടൽ 2 മീറ്റർ ലെങ്ത് ഉണ്ട് നമ്മുടെ ബീമിന്. ഇവിടെ വരെയുള്ള 1 മീറ്ററും പിന്നെ 0.5 + 0.5 1 മീറ്ററോടെ വരുന്നതുകൊണ്ട് 2 മീറ്റർ വരും. ഇതാണ് പ്രോബ്ലം. ശരി, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. സിഗ്മ ഫോഴ്സ് വുഡ് ബി 0 അല്ലേ? അതിൽ തന്നെ വെർട്ടിക്കൽ ഫോഴ്സ് എടുത്താൽ മതി. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സ് എടുക്കുമ്പം RA ഉണ്ട്, RB ഉണ്ട്, അത് അപ്വേർഡാണ്. ഇനി ഡൗൺവേർഡായിട്ട് 2 കിലോ ന്യൂട്ടനും അതേപോലെ 3 കിലോ ന്യൂട്ടനും ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സം വാല്യൂ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം RA + RB = ടോട്ടൽ 5 കിലോ ന്യൂട്ടൻ. ദിസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അതിനുശേഷം നമ്മൾ അടുത്തത് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് അബൌട്ട് എനി പോയിന്റ്. ഞാനിവിടെ A എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RA എന്ന് പറയുന്നത് എവിടെ കൂടെ തന്നെ കടന്നു പോവുക, ആ A എന്ന് പറയുന്ന പോയിന്റിലൂടെ തന്നെ കടന്നു പോവുക. അതുകൊണ്ട് RA × 0 അതങ്ങ് 0. പിന്നുള്ളത് 2 കിലോ ന്യൂട്ടൻ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാക്കും വിത്ത് എ ലെവറേജ് 1 മീറ്റർ. അപ്പോൾ നമുക്ക് 2 × 1 എടുക്കാം, +3 × 1.5 ഉണ്ടാവും അല്ലേ? ഇവിടെ വരെയുള്ളത് ഇയാളുടെ ഭാരം ഇവിടെ ഇങ്ങനെ അല്ലെ, ഇയാളുടെ ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് അല്ലേ? 1.5. ഇനി RB ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതിൻ്റെ പ്രത്യേകത ഉണ്ടോ, മുകളിലോട്ട് സോ ഓപ്പോസിറ്റ് സെൻസിലാണ്. ഇയാളുടെയും ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇയാൾ ആൻറ്റി ക്ലോക്ക് വൈസാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം -RB × 2 മീറ്റർ എന്ന് എഴുതാം. ഷുഡ് ബി 0. അപ്പോൾ 2 + 3 × 4.5 വരുന്നുണ്ടോ, RB അപ്പുറത്ത് കൊണ്ടുപോകണം. സോ RB × 2. അപ്പോൾ RB = നമുക്ക് എന്ത് എഴുതാം, 6.5 / 2 3.25 കിലോ ന്യൂട്ടൻ വരും. ഓക്കെ, അപ്പോൾ RBയുടെ റിയാക്ഷൻ. അപ്പോൾ RA നമുക്ക് കണ്ടുപിടിച്ചാൽ RA + RB എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, 5 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ 3.25 എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ RA = നമുക്ക് എഴുതാം 5 - 3.25. സോ 1.75 എന്ന് പറയുന്ന കിലോ ന്യൂട്ടൻ എന്ന് പറയുന്ന ലോഡ് അവിടെ ഉണ്ടാവും. RAയുടെ വാല്യൂ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങളൂടെ ചെയ്ത് ട്രാക്കിൽ എത്തിയാലേ പറ്റുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. സോ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം.